കേരളത്തിലെ മാധ്യമ ചക്രവർത്തിമാർ എന്ന് സ്വയം വിശ്വസിക്കുന്നവർക്ക് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. ആരെയും കരിവാരിത്തേക്കാമെന്നും നുണക്കഥകൾ ഇങ്ങനെ മെനഞ്ഞൊരു പ്രസ്ഥാനത്തെ തകർക്കാമെന്നും കരുതിയ റിപ്പോർട്ടർ ടിവിയുടെ അഹങ്കാരത്തിന് മേൽ പെരുമ്പാവൂർ കോടതി ഇടുത്തി പോലെയാണ് പതിച്ചിരിക്കുന്നത്. അതെ, 2020 ചീഫ് കോർഡിനേറ്ററും കിറ്റക്സ് ഗ്രൂപ്പ് ചെയർമാനുമായ സാബു എം ജേക്കബ് തൊടുത്തുവിട്ട നിയമ പോരാട്ടം വെറും ഒരു കേസല്ല, അത് കേരളത്തിലെ മാധ്യമ ഗുണ്ടായിസത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. നമുക്ക് ആ സത്യങ്ങൾ ഇനി തുറന്നു കാട്ടാം. എന്താണ് റിപ്പോർട്ടർ ടിവി ചെയ്തത്? വികസനത്തിന്റെ രാഷ്ട്രീയവുമായി മുന്നേറുന്ന സാബു ജേക്കബ് NDAയിൽ ചേരുന്നത് EDയിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന്. എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഈ പച്ചക്കള്ളമൊക്കെ പ്രചരിപ്പിക്കുന്നത്? അതിനുള്ള ധൈര്യം ആരാണ് ഇവർ കൊടുത്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ അഴിമതിക്കാരെ വേട്ടയാടുന്ന EDയെ ഭയപ്പെടുന്നത് ആരാണ്? അത് അഴിമതിക്കാരും കള്ളപ്പണക്കാരുമാണ്. എന്നാൽ സാബു ജേക്കബിനെ പോലെയുള്ള സുതാര്യമായി ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് EDയെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. വെറും വിലക്കല്ല സുഹൃത്തുക്കളെ, 25 കോടി രൂപയുടെ മാനനഷ്ട കേസ്. ആൻഡ്രു അഗസ്റ്റിനും സംഘവും ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. അതിലെല്ലാം ഉപരി റിപ്പോർട്ടർ ടിവിക്ക് ലൈസൻസ് പോലും ഇല്ലെന്ന സാബു ജേക്കബിന്റെ വെളിപ്പെടുത്തൽ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലൈസൻസ് ഇല്ലാതെയാണോ ഇവർ രാജ്യവിരുദ്ധ പ്രചാരണങ്ങളൊക്കെ നടത്തിവിടുന്നത്? ഭാരതത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഈ മാധ്യമ മാഫിയയുടെ മുഖംമൂടി ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വലിച്ചു കീറാൻ പോവുകയാണ്. ഒരൊറ്റ സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം ഇത് സത്യത്തിന്റെ വിജയമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷവും അവർക്ക് കുടലൂത്ത് നടത്തുന്ന റിപ്പോർട്ടർ ടിവിയും സാബു എം ജേക്കബിനെ ലക്ഷ്യം വെക്കുന്നത്? നമ്മൾ പശ്ചാത്തലം പരിശോധിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന മോഡൽ കേരളത്തിൽ വേരൂടുന്നത് ഈ ശക്തികൾ ഭയപ്പെടുകയാണ്. കിറ്റക്സ് എന്ന സ്ഥാപനം ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നു. കിഴക്കമ്പലം എന്ന ഗ്രാമത്തെ അവർ മാറ്റിയെടുത്തു. അവിടെ അഴിമതിയില്ല, അവിടെ ഗുണ്ടായിസമില്ല. ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭയമാണ്, നീരസമാണ്. കാരണം ജനങ്ങൾ ബോധവാന്മാരായാൽ തങ്ങളുടെ കള്ളത്തരങ്ങളൊന്നും നടക്കില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. സാബു ജേക്കബ് ദേശീയ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതാണ് ഇക്കൂട്ടരെ പ്രകോപിപ്പിച്ചത്. ഭാരതം ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ അതിനൊപ്പം കേരളത്തെയും ഉയർത്താനായി ശ്രമിക്കുന്ന വ്യക്തിയെ ചവിട്ടിത്താഴ്ത്താനാണ് റിപ്പോർട്ടർ ടിവി ശ്രമിക്കുന്നത്. അവർ പടച്ചുവിട്ട വാർത്തയുടെ ഉള്ളടക്കം നോക്കാം. ED നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ BJP പാളയത്തിലേക്ക്. ഇത് സാധാരണക്കാർക്കിടയിൽ മോശം പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയായിരുന്നു. എന്നാൽ സാബു ജേക്കബ് ഒരു സാധാരണ ബിസിനസ്സുകാരനല്ലെന്ന് അവർ മറന്നുപോയി. തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് നിയമത്തിന്റെ ഭാഷയിൽ മറുപടി നൽകാൻ അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. പെരുമ്പാവൂർ സബ് കോടതിയുടെ വിധി റിപ്പോർട്ടർ ടിവിയുടെ ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ്. പ്രഥമ ദൃഷ്ട്യാ തന്നെ റിപ്പോർട്ടർ ടിവി നൽകിയ വാർത്തകൾ അപകീർത്തികരമാണെന്ന് കോടതി കണ്ടെത്തി. ഒരു മാധ്യമ സ്ഥാപനത്തിന് ഇതിലും വലിയൊരു തിരിച്ചടി ലഭിക്കാനില്ല. കേസ് അവസാനിക്കുന്നത് വരെ സാബു ജേക്കബിനെതിരെ ഒരൊറ്റ വാക്ക് പോലും ഉച്ചരിക്കരുത് എന്നാണ് കോടതിയുടെ ഉത്തരവ്. 25 കോടി രൂപ ഒരു ചാനൽ നടത്താൻ കിട്ടുന്ന പരസ്യ വരുമാനത്തെക്കാൾ വലിയ തുകയാണ് നഷ്ടപരിഹാരമായി സാബു ജേക്കബ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? മാധ്യമ സ്വാതന്ത്ര്യം എന്നാൽ ആരെയും കരിവാരിത്തേക്കാനുള്ള ലൈസൻസ് അല്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. റിപ്പോർട്ടർ ടിവി MD ആൻഡ്രു അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള 1 മുതൽ 17 വരെയുള്ള പ്രതികൾ ഇനി കോടതിയിൽ മുട്ടുവിറച്ചു നിൽക്കേണ്ടി വരും. മാധ്യമ പ്രവർത്തനം എന്നത് സത്യം വിളിച്ചു പറയാനുള്ളതാണ്, അല്ലാതെ രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ നുണക്കഥകൾ പടച്ചുവിടലല്ല. റിപ്പോർട്ടർ ടിവി ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന പരാതി നേരത്തെയും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അവർ മുട്ടിയത് വികസനത്തിന്റെ പര്യായമായ സാബു ജേക്കബിനോടാണ്. ആ മുട്ട് അവർക്ക് പിഴച്ചു കഴിഞ്ഞു. നമ്മൾ ഈ ചാനലിന്റെ പിന്നിലുള്ളവരെ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. റിപ്പോർട്ടർ ടിവിയുടെ തലപ്പത്തിരിക്കുന്ന ആൻഡ്രു അഗസ്റ്റിന്റെ പശ്ചാത്തലം എന്താണ്? കേരളം മുഴുവൻ ചർച്ച ചെയ്ത മുട്ടിൽ മരമുറി കേസ് നമുക്ക് മറക്കാൻ കഴിയുമോ? കഴിഞ്ഞ മാസം കൂടി അവർ കൊടുത്ത ഹർജി കോടതി തള്ളിക്കളഞ്ഞു. വയനാട്ടിലെ വനസമ്പത്ത് കൊള്ളയടിച്ച കേസിൽ പ്രതിസ്ഥാനത്തുള്ളവർ ഇന്ന് മാധ്യമങ്ങളുടെ മറവിലിരുന്ന് മറ്റുള്ളവരുടെ സ്വഭാവശുദ്ധി അളക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പാവങ്ങളെ പറ്റിച്ചവനാണ് ഈ കൂട്ടം. എത്ര വലിയ വൈരുദ്ധ്യമാണിത്! പ്രകൃതിയെ കൊള്ളയടിച്ചവർ വികസനം കൊണ്ടുവരുന്നവരെ വിമർശിക്കുന്നു. ഇവർക്ക് ഇത്രയും ധൈര്യം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കേരളത്തിലെ ഭരണകൂടത്തിന്റെ തണലിലാണോ ഈ മാധ്യമ മാഫിയ പ്രവർത്തിക്കുന്നത് എന്ന് സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ്? സാബു ജേക്കബ് തന്റെ വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിച്ചത് ഈ ഇരട്ടത്താപ്പിനെതിരെയാണ്. വാർത്താ ചാനൽ കയ്യിലുണ്ടെന്ന് കരുതി ആരെയും കരിവാരത്തേക്കാമെന്ന ചിന്ത മാറണം. അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകൾ ഓരോ മാധ്യമ പ്രവർത്തകരും ഒരു പാഠമായിരിക്കണം. സാബു ജേക്കബ് ഉന്നയിച്ച ഏറ്റവും ഗുരുതരമായ ആരോപണം റിപ്പോർട്ടർ ടിവിയുടെ പ്രവർത്തന അനുമതിയെ കുറിച്ചാണ്. ആവശ്യമായ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാതെയാണോ റിപ്പോർട്ടർ ടിവി പ്രവർത്തിക്കുന്നത്? ചാനലിലെ ലൈസൻസ് സംബന്ധിച്ച രേഖകൾ പുറത്തുവിടാൻ അദ്ദേഹം മാനേജ്മെന്റിനെ വെല്ലുവിളിച്ചു. ഇതുവരെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ള ധൈര്യം ഇതുവരെ വന്നിട്ടില്ല. ഭാരതത്തിലെ വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ കർശനമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഏതൊരു ചാനലിനും പ്രവർത്തിക്കാൻ കഴിയൂ. ലൈസൻസ് ഇല്ലാതെ വാർത്താ സംപ്രേഷണം നടത്തുന്നത് നിയമവിരുദ്ധം മാത്രമല്ല, രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന കാര്യമാണ്.
കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ഇത്തരം നിയമലംഘനങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല, വെച്ച് പൊറുപ്പിക്കില്ല. ഒരു ചാനലിന്റെ മറവിൽ നിന്ന് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും ഒപ്പം രാജ്യസ്നേഹികളെയും സംരംഭകരെയും വേട്ടയാടുകയും ചെയ്യുന്ന ഈ രീതി ഇനി നടപ്പില്ല. സാബു ജേക്കബ് കേന്ദ്ര മന്ത്രാലയത്തിന് പരാതി നൽകിയത് ഈ അനീതിക്കെതിരെയാണ്. നമ്മൾ കാണുന്നത് മാറിയ ഭാരതത്തെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഓരോ മേഖലയിലും കുതിക്കുകയാണ്. നമ്മൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുകയാണ്. ഈ മാറ്റത്തിന്റെ ഭാഗമാകാൻ കേരളം ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ ചില ജനങ്ങൾ, കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും. എന്നാൽ കേരളത്തിലെ ചില ശക്തികൾ ഈ വികസനത്തിന് തുരങ്കം വെക്കുന്നു. കിറ്റെക്സ് ഗ്രൂപ്പ് കേരളം വിട്ട് തെലങ്കാനയിലേക്ക് പോയപ്പോ കേരളത്തിന് നഷ്ടപ്പെട്ടത് കോടികളുടെ നിക്ഷേപമാണ്. എന്തുകൊണ്ടാണ് അവർക്ക് പോകേണ്ടി വന്നത്? അനാവശ്യമായ റെയ്ഡുകൾ, രാഷ്ട്രീയ പീഡനങ്ങൾ, പിന്നെ ഇതുപോലെയുള്ള മാധ്യമ വേട്ടയാടലുകൾ. എന്നാൽ ഇന്ന് സാബു ജേക്കബ് ഒറ്റയ്ക്കല്ല. അദ്ദേഹത്തിന് പിന്തുണയുമായി കേന്ദ്ര സർക്കാരും വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളുമുണ്ട്. 2020 NDAയുമായി സഹകരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലാണ്. ഇത് അഴിമതിരഹിതമായ വികസനോത്മുഖമായ ഒരു രാഷ്ട്രീയത്തിന് വഴി തുറക്കും. അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന റിപ്പോർട്ടർ TVയെ പോലെയുള്ള ചാനലുകൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ യുവാക്കളുടെ ഭാവിയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. റിപ്പോർട്ടർ TV മറന്നുപോയൊരു കാര്യമുണ്ട്. ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമങ്ങൾ. ആ തൂണ് നുണകൾ കൊണ്ട് നിർമ്മിച്ചാൽ അത് തകർന്നു വീഴും. സാബു ജേക്കബിനെതിരെയുള്ള വാർത്തകൾ വസ്തുതാരഹിതമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് റിപ്പോർട്ടർ TVയുടെ വിശ്വാസ്യതയ്ക്കേറ്റ മാരകമായ പ്രഹരമാണ്. എന്തിനാണ് ഇവർ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ വാർത്തകൾ നൽകുന്നത്? ആരുടെ താല്പര്യമാണ് ഇവർ സംരക്ഷിക്കുന്നത്? വിദേശ ഫണ്ടുകളാണോ അതോ നിഗൂഢമായ രാഷ്ട്രീയ അജണ്ടകളാണോ ഇവർ നയിക്കുന്നത്? സാബു ജേക്കബ് ഉന്നയിച്ച ഓരോ ചോദ്യവും പ്രസക്തമല്ലേ? കേരളത്തിലെ മാധ്യമരംഗം ശുദ്ധീകരിക്കപ്പെടേണ്ട സമയമൊക്കെ എന്നോ അതിക്രമിച്ചിരിക്കുന്നു. സാബു ജേക്കബ് തുടങ്ങി വെച്ച ഈ നിയമ പോരാട്ടം വെറും ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതല്ല, അത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ്. നുണകൾ പറഞ്ഞ് നമ്മളെ വിഡ്ഢികളാക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തേണ്ട കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. കോടതിയുടെ ഈ വിധി ഒരു തുടക്കം മാത്രം. 25 കോടി രൂപയുടെ മാനനഷ്ട കേസും ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളും റിപ്പോർട്ടർ TVക്ക് കനത്ത ആഘാതം തന്നെയായിരിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും ഈ വികസന കുതിപ്പിനെ തടയാൻ അവർക്ക് കഴിയില്ല. ഭാരതം കുതിക്കുകയാണ്. മോദിയുടെ നേതൃത്വത്തിൽ പുതിയൊരു ഉണർവ് ലോകമെമ്പാടും പ്രകടമാണ്. കേരളത്തിലും ആ മാറ്റം വരും. സാബു ജേക്കബിനെ പോലെയുള്ള കരുത്തരായ നേതാക്കളെയും സംരംഭകരെയും ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഈ സത്യം പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക. റിപ്പോർട്ടർ TVയുടെയും അവരുടെ പിന്നിലെ മാഫിയകളുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴട്ടെ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കേരളത്തിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നവരെ തുറന്നു കാട്ടാൻ നമ്മൾ തീർച്ചയായും ഒരുമിച്ച് നിന്നേ മതിയാകും. അപ്പോൾ കൂടുതൽ സത്യസന്ധമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.